ഈ അടുത്ത് എൻ്റെ അടുത്തൊരു ലേഡി പേഷ്യൻ്റ് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കംപ്ലയിൻറ്റ് കൂടുതലും നടുവേദന, ഭയങ്കരമായ ക്ഷീണമാണ്, ഒന്നിനും ഒരു ഉന്മേഷമില്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു തോന്നലുണ്ട്, രാപ്പനിയൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ കേസൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒക്കെ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോഴാണ് അവർക്ക് വെള്ളപ്പോക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത്. പ്രധാനമായിട്ട് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും ഈ ഒരു വെള്ളപ്പോക്കാണ്. പക്ഷേ പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരുപാട് സ്ത്രീകൾ പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് വെള്ളപ്പോക്ക് എന്നുള്ളത്. അവർ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു കണ്ടീഷനാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്നുള്ളത്. നമുക്ക് ഈ വീഡിയോയിലൂടെ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും, ചികിത്സിച്ചില്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എന്താണ് ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് നോക്കാം. നമ്മുടെ സ്ത്രീകളിലെ യോനി ഭാഗത്തുണ്ടാകുന്ന ഒരു ഡിസ്ചാർജാണ്. നോർമലി എല്ലാ സ്ത്രീകൾക്കും അതുണ്ടാവും. അതൊരു റീപ്രൊഡക്റ്റീവ് ഏജിൽ ഒരു 7-8 വയസ്സാകുമ്പോൾ തൊട്ട് ഒരു ആർത്തവം നിൽക്കുന്ന ഒരു ടൈം വരെ നമ്മുടെ യോനി ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യോനിയുടെ ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ഒരു മ്യൂക്കസ് ഡിസ്ചാർജാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കളറോ ഒരു നിറമോ ഒരു മണമോ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു മുട്ടയുടെ വെള്ള പോലെയൊക്കെ ചെറിയൊരു വഴുവഴുപ്പുള്ളൊരു ഡിസ്ചാർജാണ്. ഇതാണ് നോർമലി ലൂക്കോറിയ എന്ന് പറയുന്നത്. ഇനി ചില കണ്ടീഷൻസിൽ ഫിസിയോളജിക്കൽ ലൂക്കോറിയ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതാണ്. അതായത് പീരീഡ്സിന് കുറച്ച് ദിവസം മുൻപ്, പീരീഡ്സ് കഴിഞ്ഞിട്ട്, ഓവുലേഷൻ ടൈമിൽ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇതിൻ്റെ ഡിസ്ചാർജ് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവുന്നു. ആ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും നോർമൽ ആവുന്നു. ഇതൊക്കെയാണ് നോർമലി സ്ത്രീകളിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ലാതെ മറ്റ് പല സിംറ്റംസും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളതൊരു അബ്നോർമലായിട്ട് കാണണം. അതായത് നോർമലി ഉള്ള ഈ ഡിസ്ചാർജിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് മണം ഉണ്ടാവുന്നുണ്ട്, ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, നിറവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ ഒരു വൈറ്റ് കളറിൽ നിന്ന് അതൊരു യെല്ലോ ആകുന്നു, ആ മഞ്ഞ നിറത്തിൽ നിന്ന് അതൊരു ചുമന്ന നിറത്തിലോട്ട് പോകുന്നു, ഒരു കറുപ്പ് നിറത്തിലോട്ട് പോകുന്നു, ബ്രൗൺ കളർ ആവുന്നു, ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കാണിക്കുന്നുണ്ട്, നല്ലപോലെ ചൊറിച്ചിലുണ്ട്, അല്ലെങ്കിൽ ഒരു ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നോർമൽ ഡിസ്ചാർജാണ്. അപ്പം നോർമൽ ഏതാണ്, അബ്നോർമൽ എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അപ്പോൾ നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നോർമലി നമുക്ക് വേണ്ടതാണ്. ഒരു 7-8 വയസ്സ് മുതലേ കാണാറുണ്ട്. അപ്പോൾ ഈ അബ്നോർമൽ ആവുന്ന ഒരു കണ്ടീഷൻ എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായുള്ളൊരു ക്ഷീണം സ്ത്രീകളിൽ കാണിക്കാറുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നടുവേദന കാണിക്കാറുണ്ട്. ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ ജോലികൾക്കൊന്നും പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്സ്, ശരീരം ചൂടാവുന്നു. അത് ഒരുപാട് പേര് പറയുന്ന ഒരു കണ്ടീഷനാണ്. ശരീരം ഭയങ്കര ചൂടാണ്.